നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരള ഇങ്ങെത്തി. 7-ാം തീയതിയാണ് ഉദ്ഘാടന മത്സരം. 7-ാം തീയതി കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ തീ പറക്കുന്നൊരു പോരാട്ടം നടക്കുന്നു. മലപ്പുറം FC-യും ഫോഴ്സ കൊച്ചിയും തമ്മിലാണ് ആ ഉദ്ഘാടന മത്സരം. പിന്നീട് അങ്ങോട്ട് നമ്മുടെ മുന്നിലേക്ക് SLKയുടെ സൂപ്പർ ലീഗ് കേരളയുടെ ഒരു തീ പറക്കുന്ന പോരാട്ടങ്ങളുടെ രാവുകളാണ് എത്തുന്നത് എന്നർത്ഥം. ഏതായാലും ഓരോ ഫ്രാഞ്ചൈസികളെയും നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. 6 ടീമുകളാണ് SLKയിൽ കളിക്കുന്നത്. നമ്മളതൊക്കെ നേരത്തെ വിശദമായിട്ട് ഏതൊക്കെ ഫ്രാഞ്ചൈസികളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഫ്രാഞ്ചൈസിയെയും നമ്മൾ ഓരോ വീഡിയോകളിലായിട്ട് വിശദമായിട്ട് എടുത്തു നോക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എടുത്തു നോക്കുന്നത് കാലിക്കറ്റ് FCയുടെ കാര്യങ്ങളാണ്. കാലിക്കറ്റ് FCയുടെ കോച്ച് ആരാണ്, അവരുടെ താരങ്ങൾ ആരൊക്കെയാണ്, അവരുടെ വിദേശ താരങ്ങൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് EMS സ്റ്റേഡിയമാണ് അവരുടെ ഹോം സ്റ്റേഡിയം. അവരുടെ കോച്ചായിട്ട് വരുന്നത് ഇയാൻ ഗില്ലനാണ്. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഇയാൻ ആൻഡ്രൂ ഗില്ലൻ സ്കോട്ടിഷ് ബോൺ ഓസ്ട്രേലിയൻ കോച്ചാണ്. വിദേശ ടീമുകളെയൊക്കെ പരിശീലിപ്പിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള കോച്ചാണ്. അദ്ദേഹമാണ് കാലിക്കറ്റ് FCയുടെ കോച്ച്. ഇനി കാലിക്കറ്റ് FCയുടെ താരങ്ങളെടുത്ത് നോക്കിയാൽ വിദേശ താരങ്ങളിൽ നമുക്ക് വളരെ പരിചയമുള്ളൊരു മുഖമുണ്ട്. മറ്റാരുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്ന ഹെയ്ത്തി താരം കെർവൻസ് ബെൽഫോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രമല്ല ജംഷഡ്പൂർ FCയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല അനുഭവ സമ്പത്തുള്ളയാൾ തന്നെയാണ്. അദ്ദേഹത്തെ കൂടാതെ അവരുടെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ഘാനയിൽ നിന്നുള്ള താരങ്ങളുണ്ട്. 3 താരങ്ങൾ ഘാനയിൽ നിന്നുണ്ട്, 2 താരങ്ങൾ സെനഗലിൽ നിന്നുണ്ട്. അപ്പോൾ ഓരോ താരങ്ങളെയും അത് നമ്മളവരുടെ വിദേശ താരങ്ങളെ നോക്കുകയാണ്. ജെയിംസ് അഗേക്കും കോട്ടൈ, അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 3 ഘാന സ്വദേശിയാണ്, മിഡ്ഫീൽഡറാണ്. 31 വയസ്സുള്ള താരത്തിൻ്റെ പ്രീവിയസ് ക്ലബ്ബ് ഇത്തിഹാദ് ഷോർത്തയായിരുന്നു. പിന്നെ റിച്ചാർഡ് ഒസൈ അഗൈമാങ്ക്, അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൽ പരിചയമുള്ളയാളാണ്. ജേഴ്സി നമ്പർ 5, ഘാന സ്വദേശിയാണ്, ഡിഫൻഡറാണ്. അദ്ദേഹം റിയൽ കാശ്മീർ FCയിൽ കളിച്ചിട്ടുണ്ട്. ഏതായാലും 29കാരനായിട്ടുള്ള താരം കാലിക്കറ്റ് FCയുടെ ഡിഫൻസിന് ശക്തി പകരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏണസ്റ്റ് ബാർഫോ, അദ്ദേഹം 34 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, ഘാന സ്വദേശിയാണ്, സ്ട്രൈക്കറാണ്, 31കാരനാണ്. അൽ ഹിലാൽ സബാഹ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്ലബ്ബ്. ഇനി കെർവൻസ് ബെൽഫോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അദ്ദേഹം അണിയുക 9-ാം നമ്പർ ജേഴ്സി ആയിരിക്കും. ഹെയ്റ്റി താരമാണ്, സ്ട്രൈക്കറാണ്, 32 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി 2 സെനഗലീസ് താരങ്ങൾ, പാപ്പെ ഡിയാക്കിറ്റെ 44 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, സെനഗലീസ് താരം, ഡിഫൻഡറാണ്, 31 വയസ്സാണ് താരത്തിനുള്ളത്. ബുബാസർ സിസാക്കോ മറ്റൊരു സെനഗലീസ് താരം, അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 6, അദ്ദേഹം മധ്യനിരയിൽ കളിക്കുന്നു, സെനഗലീസ് താരമാണ്, 29 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അൽ വെഹ്ദ SC ആണ് അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്ലബ്ബ്. ഇനി മലയാളി താരങ്ങളുണ്ട്. ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളുമുണ്ട്. നമ്മൾ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിലേക്ക് പോവുകയാണ്. വിശാൽ ജൂൺ, അദ്ദേഹം ജേഴ്സി നമ്പർ 1 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, ഹരിയാന സ്വദേശിയാണ്, ഗോൾ കീപ്പറാണ്. അദ്ദേഹം 29 വയസ്സുകാരനായിട്ടുള്ള താരമാണ്. അഭിരാം K 4 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, കാലിക്കറ്റ് സ്വദേശി തന്നെയാണ്, ഡിഫൻഡറായിട്ട് കളിക്കും, 20 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. താഹിർ സമൻ 7 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, കാലിക്കറ്റ് സ്വദേശി തന്നെയാണ്, വിങ്ങറാണ്, 29 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. അടുത്തത് കിരൺ P, അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 8, ഷോളാപൂർ സ്വദേശിയാണ്, മഹാരാഷ്ട്രക്കാരനാണെന്നർത്ഥം, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന താരമാണ് അദ്ദേഹം. ഗനി അഹമ്മദ് നിഗം 11 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, കാലിക്കറ്റ് സ്വദേശി തന്നെയാണ്, വിങ്ങറാണ്, 26 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അടുത്ത പ്ലെയർ മുഹമ്മദ് സാലിം, അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 12, മലപ്പുറം സ്വദേശി, ഡിഫൻഡറായിട്ട് കളിക്കും. അടുത്തത് മുഹമ്മദ് നിഷാദ് PP 13 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, മലപ്പുറം സ്വദേശിയാണ്, ഗോൾ കീപ്പറാണ്. അടുത്തത് ഡെയിൻ സജു 14 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, കൊച്ചി സ്വദേശിയാണ്, ഡിഫൻഡറായിട്ട് കളിക്കും. അടുത്തത് അബ്ദുൽ ഹക്കു നെടിയോടത്ത്, നമുക്കറിയാവുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സിനും മറ്റുമൊക്കെ കളിച്ചിട്ടുള്ള താരമാണ്, 15 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, അദ്ദേഹം ഡിഫൻഡറായിട്ട് കളിക്കും, 29കാരൻ, ഗോകുലം കേരള FCയിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലുമൊക്കെ കളിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം മലപ്പുറം FCക്ക് വേണ്ടി കളിക്കാനിറങ്ങുക. അടുത്ത് അർജുൻ V 16 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ, കാലിക്കറ്റ് സ്വദേശിയാണ്, മിഡ്ഫീൽഡറാണ്, 24കാരനായിട്ടുള്ള താരം, അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബ് KCB ആണ്.
അടുത്ത പ്ലെയർ റോഷൻ ജിജിയാണ്. 17 ആണ് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. തൃശ്ശൂരുകാരനാണ്, വിങ്ങറാണ്, 24കാരനായിട്ടുള്ള താരമാണ്. മുഹമ്മദ് റിയാസ് PT 18 ആണ് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. പാലക്കാടുകാരനാണ്, ഡിഫൻഡറായിട്ടും വിങ്ങറായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. 22 അദ്ദേഹത്തിൻ്റെ പ്രായം. മുഹമ്മദ് അഷ്റഫ് AK 19 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. മലപ്പുറം സ്വദേശിയാണ്, മിഡ്ഫീൽഡറാണ്, അദ്ദേഹത്തിൻ്റെ പ്രായം 20. അടുത്ത മുഹമ്മദ് അസ്ലം P അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 20, വയനാട് സ്വദേശിയാണ്, ഡിഫൻഡറായിട്ട് കളിക്കും. 21 അദ്ദേഹത്തിൻ്റെ പ്രായം. ജിജോ ജോസഫാണ് അടുത്ത താരം. 21 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. തൃശ്ശൂരുകാരനാണ്, മിഡ്ഫീൽഡറാണ്, അദ്ദേഹം മുമ്പ് SBIയിൽ കളിച്ചിട്ടുണ്ട്. മുഹമ്മദ് നിയാസ് K 22 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. പാലക്കാടുകാരനാണ്, ഗോൾ കീപ്പറാണ്, 22 വയസ്സ്. FC മാംഗ്ലൂരാണ് അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്ലബ്ബ്. അടുത്തത് അമൻ കുമാർ സഹനി 23 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. ഘോരഖ്പൂർ UP നിന്നുള്ള താരമാണ്, ഗോൾ കീപ്പറാണ്, 20കാരനായിട്ടുള്ള പ്ലെയറാണ്. അടുത്തത് റിജോൺ ജോസ് ആണ്, 24 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. തൃശ്ശൂരുകാരനാണ്, ഡിഫൻഡറാണ്. അടുത്ത പ്ലെയർ ഹാഫീസ് PA 25 ജേഴ്സി നമ്പർ. കൊച്ചി സ്വദേശിയാണ്, അദ്ദേഹം സ്ട്രൈക്കറാണ്. അടുത്ത ഒലൻ സിംഗ് 26 ജേഴ്സി നമ്പർ. ഇംഫാൽ സ്വദേശി, അതായത് മണിപ്പൂർ സ്വദേശിയാണ്, ഡിഫൻഡറാണ്. അടുത്ത മനോജ് M 31 അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ. തിരുവനന്തപുരം സ്വദേശിയാണ്, ഡിഫൻഡറാണ്. അടുത്തത് ബ്രിട്ടോയുടെ കാര്യത്തിൽ 33 ജേഴ്സി നമ്പർ. തിരുവനന്തപുരം സ്വദേശിയാണ്, വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അടുത്ത സച്ചിൻ ജാ 36 ജേഴ്സി നമ്പർ. അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് കളിക്കുന്ന താരമാണ്. അപ്പം ഇതാണ് അവരുടെ താരങ്ങളുടെ ഒരു ലിസ്റ്റ് വരുന്നത്. എന്തായാലും മികച്ച ഒരു സ്ക്വാഡുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മികച്ച വിദേശ താരങ്ങളുണ്ട്, അതിനൊത്ത രൂപത്തിലുള്ള ഡൊമസ്റ്റിക് പ്ലെയേഴ്സുമുണ്ട്. അതുകൊണ്ട് തന്നെ കിടിലൻ പ്രകടനം എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇനി അവരുടെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നോക്കിയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ SLKയിൽ 10 റൗണ്ട് മത്സരങ്ങളും പിന്നെ സെമി ഫൈനലും ഫൈനലുമാണുള്ളത്. അപ്പോൾ ആദ്യ റൗണ്ടിൽ കാലിക്കറ്റ് കളിക്കുന്നത് തിരുവനന്തപുരത്തിനെതിരെയാണ്. അത് ഹോം മത്സരമാണ്. സെപ്റ്റംബർ 10 രാത്രി ഇന്ത്യൻ സമയം 7:30 കോഴിക്കോട് വെച്ചിട്ടായിരിക്കും ആ മത്സരം വരിക. റൗണ്ട് 2 മലപ്പുറം FCക്കെതിരെയാണ് കാലിക്കറ്റ് FC കളിക്കുന്നത്. സെപ്റ്റംബർ 14 ആ മത്സരം. അത് കാലിക്കറ്റിൻ്റെ വേ മത്സരമാണ്, അതായത് മലപ്പുറത്ത് പോയിട്ട് പയ്യനാട് സ്റ്റേഡിയത്തിലാണ് ആ കളി കളിക്കേണ്ടത്. റൗണ്ട് 3 കാലിക്കറ്റും കൊച്ചിയും തമ്മിൽ സെപ്റ്റംബർ 18 ഏറ്റുമുട്ടുന്നു. അത് കാലിക്കറ്റിന് ഹോം മത്സരമാണ്. മത്സരങ്ങളുടെ സമയം രാത്രി 7:30 എന്ന് ഓർക്കുക. റൗണ്ട് 4 കാലിക്കറ്റും തൃശ്ശൂരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. സെപ്റ്റംബർ 24 അതും കാലിക്കറ്റിന് ഹോം മത്സരമാണ്, കോഴിക്കോടായിരിക്കും കളി നടക്കുക. റൗണ്ട് 5 കാലിക്കറ്റിന് എതിരാളികൾ കണ്ണൂരാണ്. സെപ്റ്റംബർ 28 മത്സരം, അതും ഹോം മത്സരമാണ്. റൗണ്ട് 6 കാലിക്കറ്റിൻ്റെ എതിരാളികൾ തിരുവനന്തപുരമാണ്, അത് എവേ മത്സരമാണ്. ഒക്ടോബർ 6 തിരുവനന്തപുരത്ത് പോയിട്ട് വേണം ആ മത്സരം കളിക്കാൻ. റൗണ്ട് 7 കാലിക്കറ്റിൻ്റെ എതിരാളികൾ മലപ്പുറമാണ്. ഈ മത്സരം നടക്കുന്നത് ഒക്ടോബർ 12 ആ മത്സരം കാലിക്കറ്റിൽ വെച്ചിട്ടാണ്, കാലിക്കറ്റിൻ്റെ ഹോം മത്സരമാണ്. റൗണ്ട് 8 കാലിക്കറ്റിൻ്റെ എതിരാളികളായിട്ട് വരുന്ന കൊച്ചിയാണ്. ഒക്ടോബർ 20 കൊച്ചിയിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കുക. റൗണ്ട് 9 കാലിക്കറ്റിൻ്റെ എതിരാളികൾ തൃശ്ശൂരാണ്. ഒക്ടോബർ 26 ആ ഒരു മത്സരം നടക്കും. അത് കാലിക്കറ്റിന് എവേ മത്സരമാണ്, പക്ഷേ തൃശ്ശൂരിൻ്റെ ഹോം ഗ്രൗണ്ട് ആ കളി നടക്കുന്ന പക്ഷേ മലപ്പുറത്ത് വെച്ചിട്ടാണ്. അടുത്ത മത്സരം വരുന്നത് റൗണ്ട് 10 കാലിക്കറ്റിൻ്റെ എതിരാളികൾ കണ്ണൂരാണ്. ഒക്ടോബർ 31 ആ മത്സരം നടക്കുന്നത്. കാലിക്കറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ആ മത്സരവും നടക്കുന്നത്. ഇതാണ് ലീഗ് സ്റ്റേജിലെ കാലിക്കറ്റ് FCയുടെ 10 മത്സരങ്ങൾ. പിന്നെ സെമി ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ 5 ഒന്നാം സെമി, നവംബർ 6 രണ്ടാം സെമി, ഫൈനൽ മത്സരം നവംബർ 10. എന്തായാലും മികച്ചൊരു ടീമുണ്ട്, മികച്ച പരിശീലകനുണ്ട്. കാലിക്കറ്റ് FC പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.